ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഇറ്റ് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു സ്പെസിമെൻ നോക്കാം. ആദ്യമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റാണ് കിട്ടിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് എന്നെഴുതി എമൗണ്ട് പോസ്റ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണോ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ലോസാണ് കിട്ടിയതെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ ലോസാണ് കിട്ടിയതെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ 3 എക്സ്പെൻസസ് ആണ് വരുന്നത്. ഇപ്പോൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ എക്സ്പെൻസസ് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യമായി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ പാർട്ട്ണറുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സെപ്പറേറ്റ് എഴുതിയതിന് ശേഷം അതിൻ്റെ ടോട്ടലാണ് എമൗണ്ട് കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ 2 പാർട്ട്ണർ ഉണ്ടെങ്കിൽ 2 പാർട്ട്ണറുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ടാണ് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ 2 പാർട്ട്ണറാണെന്നുള്ളത് എക്സും വൈയും. ഇപ്പോൾ എക്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും വൈൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആഡ് ചെയ്യണം. അടുത്തത് സാലറി ടു പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് ആ എമൗണ്ടും പോസ്റ്റ് ചെയ്യാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകമാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്തതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സെപ്പറേറ്റ് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടലാണ് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണം എക്സ് വൈ എന്ന പാർട്ട്നേഴ്സാണുള്ളത്. അവരെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണോ ഉള്ളത് ആ എമൗണ്ട് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ ഔട്ടർ കോളത്തിൽ കാണിക്കുക. ഇനി നമ്മൾ സാധാരണ ബാലൻസ് ചെയ്യും പോലെ ചെയ്യുക. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള ഓരോ എമൗണ്ടും മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ബാലൻസ് എമൗണ്ട്. ആ ബാലൻസ് എമൗണ്ട് ക്വസ്റ്റനിൽ തന്ന റേഷ്യോയിൽ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുക. ഇപ്പോൾ 3:2 1:2 എന്തെങ്കിലും റേഷ്യോ തരും. ആ റേഷ്യോയിൽ എന്ത് ചെയ്യുക, ഈ ബാലൻസ് എമൗണ്ട് അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ആ നെറ്റ് ലോസ് ഷെയർ ചെയ്യുക ആ അഗ്രീഡ് റേഷ്യോയിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ആ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അവകാശങ്ങൾ എഴുതുന്നതിന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന അക്കൗണ്ടാണ് അഥവാ കണക്കാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ കൂടെ ഇൻട്രസ്റ്റ്, സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ് എന്നിവ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയുള്ള ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നും നോക്കി. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഇലസ്ട്രേഷൻ നോക്കാം. ഓക്കെ. ഓൺ 1st January 2009 ആനന്ദ്, ബാലൻ ആൻഡ് ചന്ദ്രൻ entered into partnership contributing ₹60,000, ₹40,000 and ₹20,000 respectively. അപ്പോൾ ജനുവരി 2009 ഫസ്റ്റിന് ആനന്ദും ബാലനും ചന്ദ്രനും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആരംഭിച്ചു. അപ്പോൾ അതിലേക്കായി അവർ 60,000 രൂപ, 40,000 രൂപ, 20,000 രൂപ എന്നിങ്ങനെ
ക്യാപിറ്റൽ അതായത് മൂലധനം കൊണ്ടുവന്നു. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3:2. അവർ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് 5:3:2 ആണ്. ആനന്ദിന് 5, ബാലന് 3, ചന്ദ്രന് 2. ബാലൻ ഈസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000 ആൻഡ് ചന്ദ്രൻ എ കമ്മീഷൻ ഓഫ് ₹4,000 പെർ ഇയർ. ഇപ്പോൾ ബാലന് വർഷത്തിൽ 5,000 രൂപ ശമ്പളമായും ചന്ദ്രന് 4,000 രൂപ കമ്മീഷനായും നൽകുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലോവഡ് അറ്റ് 5% പെർ ആനം. ഫേം പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായി 5% പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ദി ഇയർ ആനന്ദ് വിഡ്രൂ ₹10,000, ബാലൻ ₹6,000 ആൻഡ് ചന്ദ്രൻ ₹5,000. ഈ വർഷം അവരെ പേഴ്സണൽ ആവശ്യത്തിനായി ആനന്ദ് 10,000 രൂപയും ബാലൻ 6,000 രൂപയും ചന്ദ്രൻ 5,000 രൂപയും പിൻവലിക്കുകയുണ്ടായി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ചാർജ്ഡ് അറ്റ് ₹250 ഓൺ ആനന്ദ്സ് ഡ്രോയിങ്സ്, ₹150 ഓൺ ബാലൻസ് ഡ്രോയിങ്സ് ആൻഡ് ₹200 ഓൺ ചന്ദ്രൻസ് ഡ്രോയിങ്സ്. അപ്പോൾ അവരെ ഡ്രോയിങ്സിന് പകരമായി ഫേം ചാർജ് ചെയ്യുന്നത് ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് 250 രൂപയും ബാലൻ്റെ കയ്യിൽ നിന്ന് 150 രൂപയും ചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് 200 രൂപയുമാണ്. പ്രോഫിറ്റ് ഇൻ 2009 ബിഫോർ ദി എബോവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വാസ് ₹50,000. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫേമിൻ്റെ പ്രോഫിറ്റ് 50,000 രൂപയാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ഫേമിനുള്ള ലാഭം 50,000 രൂപയാണ്. അപ്പോൾ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതിനുശേഷം ഓരോ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുമാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോഫിറ്റിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് ആൻസർ നോക്കാം. ആദ്യമായി നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2009 നെറ്റ് പ്രോഫിറ്റ് 50,000 രൂപയാണ്. അപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നെഴുതി ആ 50,000 രൂപ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തത്. സപ്പോസ് ലോസ് ആണെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത് ബാലന് 5,000 രൂപ സാലറി നൽകുന്നുണ്ട്. ബാലൻ ഈസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000. അപ്പോൾ സാലറി എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് സാലറി ബാലൻ എന്നെഴുതി 5,000 പോസ്റ്റ് ചെയ്യാം. അതുപോലെ ചന്ദ്രന് കമ്മീഷൻ 4,000 രൂപ നൽകുന്നുണ്ട്. അപ്പോൾ അതും എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ചന്ദ്രൻ എന്നെഴുതി ആ 4,000 രൂപയും പോസ്റ്റ് ചെയ്യാം. ഇനി ഫേം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് 5%. അപ്പോൾ ഫേമിനത് എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അതും ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പാർട്ട്ണറും കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ 5% കാണേണ്ടത്. അപ്പോൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ 60,000 ആണ്. അതുകൊണ്ട് 60,000 × 5/100 = 3,000. അതുപോലെ ബാലൻ കൊണ്ടുവന്നത് 40,000 രൂപയാണ്. അതുകൊണ്ട് 40,000 × 5/100 2,000. അതുപോലെ ചന്ദ്രൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ 20,000 ആണ്. അപ്പോൾ 20,000 × 5/100 = 1,000. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 പേരുടെയും കൂടി ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000 ആണ്. അപ്പോൾ ഈ ടോട്ടലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നെഴുതി ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000. അപ്പോൾ ആനന്ദിൻ്റെ 3,000, ബാലൻ്റെത് 2,000, ചന്ദ്രൻ്റെ 1,000. അത് ഇന്നർ കോളത്തിൽ കാണിക്കാം. അതിൻ്റെ ടോട്ടലാണ് നിങ്ങൾ ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഈ വർഷം അവർ പിൻവലിക്കുന്ന തുകയാണ് ഡ്രോയിങ്സ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷനിൽ കാണിക്കേണ്ടതില്ല. പക്ഷേ അവരെ ഡ്രോയിങ്സിൻ്റെ മേലെ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിച്ചതുപോലെ കാണിക്കണം. അപ്പോൾ ആനന്ദിൻ്റെത് 250 ആണ്, ബാലൻ്റെത് 150 ആണ്,
അതുപോലെ ചന്ദ്രൻ്റെ 200 അപ്പോൾ അത് സെപ്പറേറ്റ് കാണിക്കണം. അപ്പോൾ ആനന്ദ് 250, ബാലൻ്റെത് 150, ചന്ദ്രൻ്റെ 200, അപ്പോൾ ടോട്ടൽ 600. ഇനി ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ 15,000 ആണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ 50,600. അതുകൊണ്ട് തന്നെ 50,600 ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് 15,000 മൈനസ് ചെയ്താൽ 35,600 ആണ് വരുന്നത്. അതാണ് ബാലൻസ് എമൗണ്ട്. ആ ബാലൻസ് എമൗണ്ട് ആനന്ദും ബാലനും ചന്ദ്രനും ആ റേഷ്യോയിൽ 5:3:2 ഷെയർ ചെയ്യാം. കാൽക്കുലേഷൻ നോക്കുക. അപ്പോൾ ആനന്ദിന് 35,600 ഇൻറ്റു 5/10, അതായത് 5 ആണ് ആനന്ദിൻ്റെ റേഷ്യോ. അപ്പോൾ ടോട്ടൽ 10 ആയത് 5 + 3 + 2 10 ആയതുകൊണ്ട് 35,600 ഇൻറ്റു 5/10 ഈസ് ഈക്വൽ ടു 17,800. അപ്പോൾ ആനന്ദിന് കിട്ടുന്നത് 17,800. നെക്സ്റ്റ് ബാലൻ്റെത് ഷെയർ 3 ആണ്. അതുകൊണ്ട് തന്നെ 35,600 ഇൻറ്റു 3/10 അപ്പോൾ ഈസ് ഈക്വൽ ടു 10,680. അപ്പോൾ ബാലന് കിട്ടുന്നത് 10,680 ആണ്. അപ്പോൾ ചന്ദ്രന് 35,600 ഇൻറ്റു 2/10 ഈസ് ഈക്വൽ ടു 7,120. അപ്പോൾ ആ 3 പേർക്കും കിട്ടിയത് ഡെബിറ്റ് സൈഡിൽ ഇൻഡിവിജ്വലായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആനന്ദ് 17,800, ബാലൻ 10,680, ചന്ദ്രൻ 7,120. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 35,600 ഔട്ടർ കോളത്തിൽ നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഏത് മെത്തേഡാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ക്വസ്റ്റ്യനിൽ. അങ്ങനെ വന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത്, ആനന്ദിൻ്റെയും ബാലൻ്റെയും ചന്ദ്രൻ്റെയും. അപ്പോൾ ആനന്ദ് 60,000 രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ബാലന് 40,000 രൂപ, ചന്ദ്രൻ 20,000 രൂപ. അപ്പോൾ അതാണ് ആദ്യമായി പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1/1/2009 അവർ ഫേം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/1/2009 ക്യാഷ് എന്നെഴുതി ആനന്ദിൻ്റെ കോളത്തിൽ 60,000 രൂപ, ബാലൻ്റെ കോളത്തിൽ 40,000 രൂപ, ചന്ദ്രൻ്റെ കോളത്തിൽ 20,000 രൂപ പോസ്റ്റ് ചെയ്യാം. അടുത്തത് ബാലന് 5,000 രൂപ സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻ്റെ കോളത്തിൽ സാലറി എന്നെഴുതി 5,000 രൂപ പോസ്റ്റ് ചെയ്യുക. അത് 31st ഡിസംബറിനാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ചന്ദ്രന് കമ്മീഷൻ ഉണ്ട് 4,000. അപ്പോൾ അത് ചന്ദ്രൻ്റെ കോളത്തിൽ ആ 4,000 കാണിക്കാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനന്ദിൻ്റെ 3,000, അതുപോലെ ബാലൻ്റെ 2,000, ചന്ദ്രൻ്റെ 1,000 അത് അതേപോലെ പോസ്റ്റ് ചെയ്യാം. അടുത്തത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ആനന്ദിൻ്റെ 10,000, ബാലൻ്റെ 6,000, ചന്ദ്രൻ്റെ 5,000 ആണ്. അത് ഡെബിറ്റ് സൈഡിൽ 31st ഡിസംബറിന് പോസ്റ്റ് ചെയ്യാം. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആനന്ദിന് 250, ബാലന് 150, ചന്ദ്രന് 200. ഇനി അടുത്തതായി ചെയ്യേണ്ടത്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അതായത് 35,600 3 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആനന്ദിന് 17,800 ആയിരുന്നു, ബാലന് 10,680, ചന്ദ്രന് 7,120. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 31st ഡിസംബറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതി ആനന്ദ് 17,800, ബാലൻ 10,680, ചന്ദ്രൻ 7,120. ഇനി സാധാരണ ബാലൻസ് ചെയ്യുന്നത് പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത് എമൗണ്ട്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക. അപ്പോൾ ആനന്ദിൻ്റെ ടോട്ടൽ വരുന്നത് 80,800. അത് ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം
ഡെബിറ്റ് സൈഡിലുള്ള ആ 10,000ഉം 250ഉം മൈനസ് ചെയ്യുക. ബാലൻസ് 70,550. ഇനി ബാലൻ്റെ ടോട്ടൽ 57,680. അതിൽ നിന്ന് 6,000ഉം 150 മൈനസ് ചെയ്താൽ 51,530. ഇനി ചന്ദ്രൻ്റെത് 32,120. അതിൽ നിന്ന് ആ 5,000ഉം 200ഉം മൈനസ് ചെയ്താൽ 26,920. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.